ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ഇപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസും അതുപോലെ തന്നെ ഹോൾഡും ലീൻ എമൗണ്ട് ഹോൾഡ് ആവുന്ന പരിപാടിയൊക്കെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ റീസെന്റ് നമ്മുടെ കേരള ഹൈക്കോർട്ട് നമ്മുടെ ആർബിഐയുടെ അടുത്ത് ആക്ച്വലി ഇതിന്റെ ഒരു ഫ്രെയിം വർക്ക് ചെയ്യാനും അതുപോലെ അതനുസരിച്ചിട്ട് എന്നുവെച്ചാൽ ഇപ്പോൾ ഓൾറെഡി RBI പറഞ്ഞിട്ടുണ്ട്, ബാങ്ക്സ് മേ ഇമ്പോസ് ഇമ്മീഡിയറ്റ് ഡെബിറ്റ് ഫ്രീസ് ഓൺ സസ്പീഷ്യസ് അക്കൗണ്ട്. അതായത് എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റി അല്ലെങ്കിൽ സസ്പീഷ്യസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് വന്ന എമൗണ്ട് ഒക്കെ, അതായത് നിങ്ങൾ ഉഡായിപ്പ് ഗെയിമും അതുപോലത്തെ സംഭവങ്ങളൊക്കെ കളിച്ചിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് വന്നിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഡെബിറ്റ് ഫ്രീസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പുതിയൊരു ഇങ്ങനെ ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് അവര് നമുക്ക് നോട്ടിഫിക്കേഷൻ പോലും ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ RBIയുടെ. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിൽ ഡെബിറ്റ് ഫ്രീസ് വരാം. പിന്നെ ഡെബിറ്റ് ഫ്രീസ് വന്നാൽ പിന്നെ പുലിവാലാണ്. ഇതിന് ആക്ച്വലി നമുക്ക് ആകെയുള്ളൊരു പോംവഴി എന്ന് പറയുന്നത് നമ്മളൊരു വക്കീൽ ത്രൂ കോൺടാക്ട് ചെയ്തിട്ട് പിന്നെ അതിന്റെ നമുക്ക് കോടതിയിൽ നിന്ന് തന്നെ ഒരു ഡെബിറ്റ് ഫ്രീസ്, അതായത് ഡെബിറ്റ് ഫ്രീസ് വെച്ച് വന്നേക്കുന്ന അൺഫ്രീസ് വാങ്ങിക്കാന്നുള്ള ഓർഡർ വാങ്ങിക്കുക എന്നുള്ളതാണ് ചെയ്യുക. അത് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നിങ്ങളുടെ എക്സാമ്പിളായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ മെയിൻ അക്കൗണ്ടാണ്, സാലറി അക്കൗണ്ടാണ്, ബിസിനസ് അക്കൗണ്ടാണ്, മെയിൻ EMI സംഭവങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്, ക്യാഷ് ഉണ്ട്, അങ്ങനെയൊക്കെ ഒരു അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പോകായിരിക്കും നല്ലതെന്ന് വെച്ചാൽ അതിനൊരു ചില ചിലവ് വരും. ഞാൻ വേണമെങ്കിൽ നമ്മുടെ ഒരു അഡ്വക്കേറ്റിന്, അതായത് ഇതേപോലെ ബാങ്ക് അക്കൗണ്ട് ഫൈനാൻഷ്യൽ കേസുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഹൈക്കോടതിയിലത്തെ വക്കീലിന്റെ ഡീറ്റെയിൽസ് ഞാൻ വേണമെങ്കിൽ താഴെ കൊടുക്കാം, ആളെ കോൺടാക്ട് ചെയ്താൽ മതി. ഇതിനല്ലാണ്ട് വേറെ വഴികളൊന്നും ഇല്ല കേട്ടോ. അത് വെച്ചാൽ ഇതൊരു കേസിന്റെ ഭാഗമായിട്ട് വരുന്ന ഫ്രീസാണ്. അപ്പൊ ആ കേസ് ക്ലോസ് ചെയ്യാൽ മാത്രം തന്നെ അത് ഓട്ടോമാറ്റിക്കലി മാറുള്ളൂ. അല്ലാണ്ട് നിങ്ങൾക്ക് അതിൽ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. എന്താ പറയാ ഇപ്പോൾ ഏത് സൈബർ പോലീസിൽ നിന്നാണ് അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. വേറെ ഇമെയിൽ ID ഫോൺ അതൊന്നും വിളിച്ചിട്ടൊരു കാര്യമില്ല. നമുക്കൊരു സാധനം കിട്ടില്ല. എക്സെപ്റ്റ് കേരളത്തിലാണെങ്കിൽ പിന്നെയും കിട്ടും, ബാക്കിയുള്ള അതർ സ്റ്റേറ്റ് ആണെങ്കിൽ ഒന്നും കിട്ടില്ല. അപ്പൊ അതുപോലെ തന്നെ ചിലപ്പോൾ കുറെ പേർക്ക് അതിന്റെ ഭാഗമായിട്ട് തന്നെ ലെറ്റർ വരുന്നുണ്ട് സൈബർ പോലീസിന്റെ സൈഡിൽ നിന്ന്, അതായത് ഹാജരാവാനൊക്കെ പറഞ്ഞിട്ട് ലെറ്റർ വരുന്നുണ്ട് ഇതിന്റെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ ബാക്കിയുള്ള അതർ സ്റ്റേറ്റ്സിലേക്കൊക്കെ പോകേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റീസെന്റ് ഇതിപ്പോൾ കുറേ എണ്ണം, അതായത് RBIയുടെ ഞാൻ പറഞ്ഞല്ലോ ഇമ്മീഡിയറ്റ് ആയിട്ട് വന്നേക്കുന്നത് പറഞ്ഞപ്പോൾ ഹൈക്കോർട്ട് തന്നെ ഇടപെട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിനൊരു ഗൈഡ് ലൈൻ ഉണ്ടാക്കണം, നമുക്ക് നമ്മുടെ SOP ഫ്രെയിം ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു കേരള ഹൈക്കോർട്ട് ഒരു നമ്മുടെ എന്താ പറയുക RBIനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ന്യൂസ് ഞാൻ ഇപ്പോൾ കാണിച്ചു കണ്ടു. അപ്പോൾ ഇതുപോലെ ഉടായ്പ പരിപാടിയൊക്കെ നിങ്ങൾ അതായത് നമ്മുടെ ക്യാഷ് ഒക്കെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കുക. അതുപോലെ തന്നെ അങ്ങനത്തെ പരിപാടികൾക്കൊന്നും ചെയ്യാണ്ടിരിക്കുക, അതാണ് ഏറ്റവും ബെറ്റർ സംഭവം. അതുപോലെ തന്നെ ഒരിക്കലും ഇതുപോലെ അൺനോൺ ക്രെഡിറ്റ് വരുന്നതിന് നമ്മുടെ മെയിൻ അക്കൗണ്ടുകളൊന്നും ഉപയോഗിക്കാണ്ടിരിക്കുക കേട്ടോ. അതായത് എക്സാമ്പിൾ ഞാൻ പറഞ്ഞ സാലറി അക്കൗണ്ട്, ബിസിനസ് അക്കൗണ്ട്, നിങ്ങളുടെ ഇപ്പോൾ ഹോം ലോൺ പോകുന്ന അക്കൗണ്ട് അല്ലെങ്കിൽ കാർ ലോൺ പോകുന്ന അക്കൗണ്ട്, അങ്ങനത്തെ മെയിനായിട്ട് ലോണുകളൊക്കെ പോകുന്ന അക്കൗണ്ടുകളൊക്കെ ആണെങ്കിൽ എന്താ വെച്ചാൽ ലോണ് പോയി അടയ്ക്കാൻ പറ്റാണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സിബിൽ ഡാമേജ് ആവും, പിന്നെ പുലിവാലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ മെയിൻ സംഭവങ്ങളൊക്കെ ഉള്ള അക്കൗണ്ടിലേക്ക് ഒരിക്കലും ഇതുപോലെ എന്താ പറയുക അൺനോൺ ക്രെഡിറ്റ് ഡീറ്റെയിൽസ് കൊടുക്കാണ്ടിരിക്കുക കേട്ടോ. അത് ശ്രദ്ധിക്കാൻ മറക്കണ്ട. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് പറഞ്ഞാൽ മതി, ഈ ഗുഡ് ഹാപ്പൻസ് എന്ന ചാനൽ എന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ ആൾക്ക് മനസ്സിലാക്കോളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാൻ, പേജ് ഫോളോ അടിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അടുത്ത് കാണാം.